ഹലോ, ലോകത്തെമ്പാടുമുള്ള ചുള്ളമാർക്കും ചുള്ളത്തികൾക്കും വേണ്ടി, ജീവിതം ഒരു ആഘോഷമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി ലണ്ടനിലെ ഓരോ ജംഗ്ഷനും പരിചയപ്പെടുത്തി തരാനും ഇവിടെയുള്ള യൂഷ്വൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസിനും അതിനു പുറമേയുമുള്ള കാഴ്ചകൾ കാണാനും പല എക്സോട്ടിക് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് നുണയാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെന്തിനാ കാത്തിരിക്കുന്നേ? നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിലും പുതിയതും വ്യത്യസ്തവുമായ ഒരു പ്രോഗ്രാമുമായി ഞാൻ വരുന്നു. ഇനി ഞാൻ ആരാണെന്നല്ലേ? I'm RJ Maria. So what are you waiting for? On your marks, get set, go. Let's explore London. നമ്മുടെ കൂടെ ട്രാവൽ പടിയായി ഒരു കമ്പനിക്ക് ജാക്കിയുമുണ്ട്. മറക്കേണ്ട, എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ ലണ്ടൻ ഡയറീസ്. ഹലോ എവ്രിവൺ, ലണ്ടൻ മലയാളം റേഡിയോയിൽ ഇത് ഞാൻ RJ മരിയാണ്. ലണ്ടൻ ഡയറീസുമായി നിങ്ങളുടെ കൂടെ തന്നെ. ഇന്നെന്താ സ്പെഷ്യൽ? ഒന്നുമില്ല, ഒരു സ്പെഷ്യൽ ഡേയും അല്ല, ഒരു നോർമൽ ചൊവ്വാഴ്ച. വാലന്റൈൻസ് ഡേക്ക് കഴിഞ്ഞു ഒരാഴ്ച തികഞ്ഞു ഇന്നത്തേക്ക്. ബട്ട് സ്റ്റിൽ വി ആർ ഇൻ ദ മന്ത് ഓഫ് ലവ്. അത് തന്നെ നമുക്ക് വലിയൊരു ആഘോഷമാക്കാം. ഒരു സ്ഥലത്തേക്ക് പോവാനോ അല്ലെങ്കിൽ ഒരു നല്ല പാട്ട് കേൾക്കാനോ ആസ്വദിക്കാനോ, അതുമല്ലെങ്കിൽ വേണ്ട ഒരു റെസ്റ്റോറന്റിൽ പോയി നല്ല ഭക്ഷണം കഴിക്കാനോ. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, വേറെ ആൾക്കാരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഭയങ്കര രുചിയായിരിക്കും. ഇനി നല്ലൊരു ഡേയിൽ അതിനേക്കാളും ഉന്മേഷം തരുന്ന ഒരു വോക്കിന് പോവാനോ, ഈ കാര്യങ്ങൾക്കൊന്നും മുഹൂർത്തം നോക്കരുത്. നമ്മളുടെ മനസ്സിൽ തോന്നുന്ന സമയത്ത് അങ്ങ് പോയേക്കണം, അല്ലെങ്കിൽ അങ്ങ് ചെയ്തേക്കണം. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ആഘോഷിക്കാനും. നമുക്ക് എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളൊക്കെ വരാം, മനുഷ്യരല്ലേ. പല കാര്യങ്ങളും ആഗ്രഹിച്ച് നടക്കാതാവുമ്പോ ദേഷ്യവും മറ്റു വികാരങ്ങളും ഒക്കെ വന്നേക്കാം. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് കരുതി ഒരു യാത്രക്കൊക്കെ പോവുക, നല്ല പാട്ട് കേൾക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. കൂടെ ഞാനുമുണ്ട് ലണ്ടൻ മലയാളം റേഡിയോയിലൂടെ ലണ്ടൻ ഡയറിയുടെ ഇന്നത്തെ യാത്ര നമുക്കിവിടെ തുടങ്ങാം. ആഘോഷിച്ചു തന്നെ. Stay tuned with London Malayalam Radio. You are listening to London Diary.
London Malayalam Radio, United Malayalis Entertainer. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ ആർജെ മറിയയാണ് നിങ്ങളുടെ കൂടെ. ആൻഡ് യു ആർ ലിസണിംഗ് ടു ലണ്ടൻ ഡയറീസ്. ലണ്ടനിലെ ഒരു ഫേമസ് അട്രാക്ഷനിൽ നിന്ന് തന്നെ ആവട്ടെ നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഈ തുടക്കം. ഒരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പിക്കഡിലി സർക്കസ്. ഈ സ്ഥലം ഞാനിന്ന് തെരഞ്ഞെടുക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്റെ മണ്ടത്തരം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് വെച്ചോ. ഞാൻ ഇവിടെ വന്നപ്പോ പിക്കഡിലി സർക്കസ് കാണാൻ പോയി. എല്ലാ ടൂറിസ്റ്റുകളും ആദ്യം പോപ്പുലർ ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണല്ലോ കാണാൻ പോവുക. ഞാനും പോയി. ബിഗ് ബെൻ, ടവർ ബ്രിഡ്ജ്, പിന്നെ ഈ പിക്കഡിലി സർക്കസും. ബാക്കി രണ്ട് സ്ഥലങ്ങളും, അതായത് ബിഗ് ബെൻ ആൻഡ് ടവർ ബ്രിഡ്ജ്, നമ്മളെ സിനിമയിൽ കൂടെയും അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കോളേജ് കാലത്തെ പഠിത്തങ്ങളിൽ കൂടെയൊക്കെ കുറച്ചൊക്കെ അറിയാമെങ്കിലും ഇതിനെപ്പറ്റി, അതായത് ഈ പിക്കഡിലി സർക്കസിനെ പറ്റി നോ ഐഡിയ. അതായത് നമ്മൾ നാട്ടിൽ പറയില്ലേ 5 പൈസയുടെ വിവരമില്ലാന്ന്, അതുപോലെ 5 പൈസയുടെ അറിവില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ വിടൂ. കൂടെ ഉണ്ടായിരുന്ന വോക്കിംഗ് വിക്കിപീഡിയ എന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അറിയപ്പെടുന്ന ഒരു പുള്ളിയോട് ചോദിച്ചു, അല്ല ഇതെന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റി, ഇത്രയും അധികം ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ടല്ലോ എന്നൊക്കെ. എനിക്ക് മാത്രം പ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ എന്ന് അറിയണമല്ലോ. അപ്പൊ പുള്ളി പറഞ്ഞു, ഇത് മുൻപ് ലോർഡ് പിക്കഡിലി സർക്കസ് കാണാൻ വന്നിരുന്ന സ്ഥലമായിരുന്നു എന്ന്. മണ്ടി ലണ്ടനിൽ എത്തിയ പോലെ ഞാൻ അതും വിശ്വസിച്ച് മെഴുങ്ങസ്യാ നിന്നു. എന്താല്ലേ എന്റെ ബുദ്ധി. പിന്നെ നിയർലി ഒരു 2 വർഷത്തേക്ക് ഞാൻ അതും സത്യമാണെന്ന് വിചാരിച്ചിരുന്നു. സോ അതുപോലത്തെ മണ്ടത്തരങ്ങൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ജീവിതം എന്ന് പറയുന്നത് ഈ മണ്ടത്തരങ്ങളൊക്കെ മറികടക്കാൻ കൂടിയിട്ടുള്ളതാണ്. ഈ ഒരു തോട്ടോട് കൂടി പിക്കഡിലി സർക്കസിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. എന്നാൽ അതിന് മുൻപ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ, ലണ്ടൻ മലയാളം റേഡിയോയുടെ വക ഒരു സ്പെഷ്യൽ സോങ് നമുക്ക് ആസ്വദിക്കാം, ആഘോഷിക്കാം. Stay tuned with London Malayalam Radio. You are listening to RJ Maria. മിഴികളിലഴകിൻ മഷിയെഴുതൂ നീ, ഹൃദയമൃദംഗം തരളിതമാക്കൂ, പുതിയൊരു പുളകം പൂത്തുവിടർന്നു. സരിഗമ സഗരിഗ
നാളമൊരു മുരളികയായി നൃത്ത താളജതിയുണരുകയായി. പോരൂ മനസ്സുകളെ പുതിയൊരു പൂവിൻ തേനുണ്ണാൻ. ഒരു നവലോകം വിരിയുന്നു, ഓമൽ ചിറകുകൾ വിടരുന്നു, പുതിയൊരു പുളകം പൂത്തുവിടർന്നു. തുറന്നു വരും സ്വപ്നം മധുമധുര മന്ദാര മലർ ചൊരിഞ്ഞു. ഹൃദയമൃദംഗം തരളിതമാക്കൂ, പുതിയൊരു പുളകം പൂത്തുവിടർന്നു. സരിഗമത്രിക UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 Manchester 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. London Diaries. Welcome back to London Malayalam Radio. You are listening to London Diaries. Piccadilly സർക്കസിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് സെഗ്മെന്റിൽ പറഞ്ഞു വന്നിരുന്നത്. ലണ്ടന്റെ വെസ്റ്റ് എൻഡിൽ വെസ്റ്റ്മിനിസ്റ്റർ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റോഡ് ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു നാൽക്കവലയാണ് പിക്കഡ്ലി സർക്കസ്. ഈ സന്ദർഭത്തിൽ പറയേണ്ട ഒരു കാര്യം, സർക്കസ് എന്ന് വെച്ചാൽ ലാറ്റിൻ ഭാഷയിൽ സർക്കിൾ എന്നാണ് അർത്ഥം. അതായത് റൗണ്ട് ഓപ്പൺ സ്പേസ് അറ്റ് എ സ്ട്രീറ്റ് ജംഗ്ഷൻ. 1819 റീജന്റ് സ്ട്രീറ്റ്, പിക്കഡ്ലി എന്നീ 2 റോഡുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു കവലയാണ് പിന്നീട് വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ട് മാറിയ ഈ പിക്കഡ്ലി സർക്കസ്. ഇത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, പിക്കഡ്ലി സർക്കസിനെ ചുറ്റി നിറയെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. ലൈക്ക് ഷാഫ്സ്ബറി മെമ്മോറിയൽ, ലണ്ടൻ പവലിയൻ, ന്യൂമറസ് നൈറ്റ് ക്ലബ്സ്, റെസ്റ്റോറന്റ്സ്. ഇവിടുത്തെ അഡ്വർടൈസിംഗ് ഹോർഡിംഗ് ബോർഡും ഭയങ്കര ഫേമസ് ആണ്. ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ഇവിടെ നിന്ന് കിട്ടുക. എന്നാൽ ഇപ്പോ ഈ അഡ്വർടൈസിംഗ് ഹോർഡിംഗ് ബോർഡ് റെനോവേഷന് വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓട്ടം സീസണിൽ അവര് പിന്നെയും ഇത് സ്വിച്ച് ഓൺ ചെയ്യും. പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ ടൂറിസ്റ്റുകളുടെ ഒരു ജനപ്രളയം തന്നെ കാണാം. പക്ഷെ നൈറ്റ് ആയിരിക്കും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് ഹബ് ഓഫ് ബ്രിട്ടീഷ് എംപയർ എന്നാണ്. അപ്പോ തന്നെ ഊഹിക്കാമല്ലോ, നിറയെ ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലങ്ങളും ഉണ്ടാവും. ഓ, ലേഡീസിന് പറ്റിയ സ്ഥലമായിരിക്കും എന്ന് പറഞ്ഞ് പുരുഷന്മാർ പുച്ഛിക്കാൻ വരട്ടെ. ബാറുകളുടെ സംസ്ഥാന സമ്മേളനം നടത്താൻ പറ്റിയ സോഹോ എന്ന് പറയുന്ന സ്ഥലം പിക്കഡ്ലി സർക്കസിന്റെ വളരെ അടുത്താണ്. അപ്പോ ചേച്ചിമാർക്ക് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസും ചേട്ടന്മാർക്ക് നല്ലൊരു കൂടിയ അനുഭവവും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് ലണ്ടൻ മലയാളം റേഡിയോ. യു ആർ ലിസണിംഗ് ടു ആർജെ മറിയ. നീ അറിഞ്ഞോ മേലെ മനസ്സ് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനസ്സ് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുഴിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മനസ്സ് 1000
ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. കഥനത്തിൻ കഥയെല്ലാം മറക്കാമടാ. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. മനുഷ്യരല്ലേ നാം കുടിക്കുകിലും മനസ്സിന്റെ സമനിലം പാഴാമോടാ. നീ അറിഞ്ഞോ മേലെ വലത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുഴിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ വലത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ വലത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഞാൻ RJ ശ്രീ. ലണ്ടൻ മലയാളം റേഡിയോയിൽ സിനിമ കഫേ എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നു. സിനിമ കഫേ എന്താണെന്നല്ലേ? മോഹിപ്പിക്കുന്ന സ്വപ്നങ്ങളുടെയും കാഴ്ചകളുടെയും വർണ്ണ പ്രപഞ്ചമാണ് സിനിമ. മനോഹര ഗാനങ്ങളും തമാശകളും നിറഞ്ഞ ആ സ്വാദന ലോകം. ലോകത്തിലെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് മീഡിയ. അത് നമ്മളെ ചിരിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു, കരയിക്കുന്നു, ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ചലച്ചിത്ര ലോകത്തിലെ ക്യാമറയ്ക്ക് മുന്നിലെയും പിന്നിലെയും രസകരമായ വിശേഷങ്ങളും വാർത്തകളുമായി സിനിമ കഫേയിലൂടെ ഇനി മുതൽ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. സിനിമ കഫേ. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ഇത് ഞാൻ RJ മരിയാണ്, നിങ്ങളുടെ കൂടെ തന്നെ വിടാതെ പിടിച്ചിരിക്കുന്നത്. ലണ്ടന്റെ ഫേമസ് അട്രാക്ഷനിലൊന്നായ പിക്കഡ്ലി സർക്കസിനെ പറ്റി പറയുമ്പോ ഞാൻ ഇനി പറയാൻ പോകുന്ന സ്ഥലത്തെ പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് ശരിക്കും ഒരു ലോസ് ആയിരിക്കും. ഒരു ആങ്ങളെയും പെങ്ങളും പോലെയുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഒരു സ്ഥലം, ഓക്സ്ഫോർഡ് സർക്കസ്. പിക്കഡ്ലി സർക്കസിന്റെ വളരെ തൊട്ടടുത്ത് കിടക്കുന്ന റീജന്റ് സ്ട്രീറ്റിന്റെയും ഓക്സ്ഫോർഡ് സ്ട്രീറ്റിന്റെയും ഇടയിലുള്ള ഒരു ജംഗ്ഷനാണ് ഓക്സ്ഫോർഡ് സർക്കസ്. വൺ ഓഫ് ദി ബെസ്റ്റ് കമ്മ്യൂട്ടേഷൻ പോയിന്റ് കൂടിയാണിത്. ഇവിടെ നിന്നാൽ ഓൾമോസ്റ്റ് ലണ്ടന്റെ എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സും കിട്ടും. പിന്നെ അതിന്റെ താഴെ ഓക്സ്ഫോർഡ് സർക്കസ് ട്യൂബ് സ്റ്റേഷനുണ്ട്. സെയിം ലണ്ടന്റെ എവിടേക്കും ട്രെയിനിൽ പോകണമെങ്കിൽ ഇവിടെ നിന്നും ട്രെയിൻ എടുത്താൽ മതി. ഇനി അത് മാത്രമല്ല, ലണ്ടന്റെ പെഡസ്ട്രിയൻ വോളിയം നോക്കിയാൽ, അതായത് കാൽനടക്കാരുടെ എണ്ണം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്നതും ഈ ഓക്സ്ഫോർഡ് സർക്കസിലായിരിക്കും. ഏകദേശം 40,000 കാൽനടക്കാരാണ്
ഒരു മണിക്കൂറിൽ ഈ ജംഗ്ഷനിൽ കൂടി പാസ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. 19th സെഞ്ചുറിയിൽ പണി കഴിഞ്ഞ് ഓക്സ്ഫോർഡ് സർക്കസും ഓക്സ്ഫോർഡ് സ്ട്രീറ്റും ഷോപ്പേഴ്സിന്റെ ഹെവൻ ആണ്. സാറ, യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെന്റൺ, H&M, സെൽഫ്രിഡ്ജ്, ടോപ്പ് ഷോപ്പ് എന്നിങ്ങനെ ഹൈ എൻഡ് ടു ലോ എൻഡ് വരെയുള്ള എല്ലാ ഹൈ സ്ട്രീറ്റ് ഷോപ്പ് മുതൽ ഡിസൈനർ ഷോറൂം വരെ ഇവിടെയുണ്ട്. അപ്പോ ഈ ഓക്സ്ഫോർഡ് സർക്കസും ഓക്സ്ഫോർഡ് സ്ട്രീറ്റും എല്ലാം നടന്ന് 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 കാണുക, മനോഹരമായ ഒരു പാട്ടും കൂടെ ആസ്വദിക്കാം. Stay tuned with London Malayalam Radio. You are listening to London Diaries.
വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ RJ മറിയാണ് നിങ്ങളുടെ കൂടെ. പിക്കറ്റ്ലി സർക്കസിൽ നടന്നു കഴിഞ്ഞും ഓക്സ്ഫോർഡ് സർക്കസിലും ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലും ഷോപ്പിംഗ് കഴിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഫുഡ് അടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് അടുത്ത് തന്നെ കിടക്കുന്ന സോഹോ. അഗെയിൻ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. സോഹോയിലോട്ട് നടന്നു പോവാം. നമുക്ക് നടന്ന് തന്നെ പോകാം അങ്ങോട്ട്. ബിക്കോസ് അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറന്റിലും കിടിലൻ ഫുഡ് ആയിരിക്കും അവർ സെർവ് ചെയ്യുന്നത്. കൺട്രോൾ ഒന്നും നമുക്ക് കിട്ടില്ല. സോ earn to burn those extra calories. പിന്നെ ഡ്രിങ്ക്സിന്റെ കാര്യം സോഹോയിൽ പറയേണ്ട ആവശ്യമേ ഇല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ സ്വർഗമാണ് ഇവിടെ. ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ലണ്ടനിൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ഇപ്പോ അറിയാത്ത എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, എന്താണ് മറിയ സ്വാഹ 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 എന്ന് പറയുന്ന പോലെ സോഹോ സോഹോ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതെന്ന്. സോഹോ എന്ന് പറയുന്നത് എ സ്മോൾ മൾട്ടികൾച്ചറൽ ഏരിയ ഓഫ് സെൻട്രൽ ലണ്ടൻ, എ ഹോം ടു ഇൻഡസ്ട്രി, കൊമേഴ്സ്, കൾച്ചർ, എന്റർടൈൻമെന്റ്. ഇത് മാത്രമല്ല, ഇന്റർനാഷണൽ ഫുഡ് ടൂറും വൈൻ ടേസ്റ്റിംഗും ഒക്കെ ഇടയ്ക്കിടെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സോഹോ. കുറെ റെസ്റ്റോറന്റ്സും കോക്ടെയിൽസും ഒക്കെ അടുപ്പിച്ചടുപ്പിച്ചുണ്ടെങ്കിലും നമ്മൾ മലയാളികൾക്ക് ഒരു ആത്മബന്ധം തോന്നുന്ന ഒരു റെസ്റ്റോറന്റ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ മുൻപിൽ കൂടെ പോകുമ്പോൾ തന്നെ പൊരിച്ച കൊയിന്റെ മണം കിട്ടും. ഏതാണെന്ന് അറിയണമെങ്കിൽ ഈ പാട്ട് കേട്ട് തിരിച്ചു വന്നോളൂ. അങ്കമാലിയിലെ അമ്മാവനുമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. Stay tuned with London Malayalam Radio. You are listening to RJ Maria. ചിങ്ങി ചക്കിടി ചിക്കാൻ ചാഞ്ചാ, ആ ചിങ്ങി ചക്കിടി ചിക്കാൻ ചാഞ്ചാ. போட்டி கட்டணம் சொன்ன வாடா, எங்க கட்டள சிங்க கட்டள சும்மா இருடா. ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி, வட்டி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக் லாக் தெருவும் ஜாக்பா. பிறகு இந்த பட்டணம் சொந்தமாக்கி போட்டி கட்டுவண்டாடா. உட்டி பட்டணம் போட்டி கட்டணம் சொன்ன வாடா, எங்க கட்டள சிங்க கட்டள சும்மா இருடா இருடா. ചോട്ടാ പണി മാതിയാക്കാം ഇന്ദു ഫിലിം ഫോട്ടോ നഗർ വില ചൊല്ലിടാ. ആമ്മ വിടലാമ്മ പല സിനിമാവൈ നാം എടുപ്പം നീതാനെ സൂപ്പർ ഹീറോ. അടിക്കടി പണം പെരുകിടുമ്പോൾ ആമാ ആമാ ഇടയ്ക്കിടയ്ക്ക് ഉലകം കറങ്ങണം. അത് സരി സിറந்த யோசனதா, നല്ലതൊരു പെരിയ സിന്തനതാ. ഏട്ട മടയ ഇന്ന് മലയ നാളെ കോലമ്പ് കോലമ്പോ നോട്ടിക്കെട്ടുകൾ തൂക്കിക്കെട്ടിയ ഫോറിൻ കാറിൽ നാട് ഞെട്ടിച്ച് ചീരിപ്പായണം. ஜோக்கி எங்க ஜாக்கி நம்ம டயர் கண்டிஷனா, பாப்போம் இரு பாப்போம் இங்கு பிரேக் போட்டுடுங்க. சிறிய பஞ்சர் பெரிய டேஞ்சர். இது மனசில் பாயசம் மதுரம் நோக்கிட்ட நுழைஞ்சிறக்கிக்கூட. முட்டி பட்டணம் போட்டி கட்டணம் சொன்னாவாடா, எங்க கட்டள சிங்க கட்டள சும்மா டடை.
முதல் ஏசி இந்த ஊட்டியில போட்டது இன்னைக்கு ஈஸியா பாக்கு നോട്ടൊക്കെ വോട്ടാക്കണം ഇന്നാട്ടില് നാളെ മുതൽ PM ഞാൻ CM നീ എതുക്കെന്നെ ഭയപ്പെടുത്തുறீங்க அதுக்கென்ன துவச்சு காட்டுவோமே அலக்கண்ட காசைக்கு குத்தி வைக்க பல வட்டம் ஹரிக்கின்ற நமக்கு ஆமா சரிதான் அது முறைதான் இது தொடர்கதை அல்லவா ஊட்டி பட்டணம் ஊட்டி கட்டணம் சொன்னா வாடா எங்க கட்டணம் சிங்க கட்டணம் சும்மா இருடா ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக் லாக் பெருவன் ஜாக்பாட் பிறகு இந்த பட்டணம் சொந்தமாக்கி போட்டி கட்டுவண்டா நோட்டு கெட்டுகள் தூக்கி கட்டிய போரின் காரே நாடு நெட்டிச்சு சீரி பயணம் എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ. The station that loves God's own country and its people. London Malayalam Radio. എല്ലമ്മ. കുതിരവാല് കുലുങ്ങിതടി കൊമരിനിയും നടക്കയിലേ ഹൈരമീന് തെരിയുതടി കണ്ണനിയും ചിമിട്ടയിലേ തൊട്ടാക്ക ഒട്ടിക്കിടുമാ ഉന്നെ തൊട്ടാക്ക ഒട്ടിക്കിടുമാ செம்பகமே செவ பழகே சிலங்கு கெட்டிய சிறு பழகே செந்தமிழ் மைமே சிறு செவ்வந்தி தேனே கண்ணாரு கண்ணாரு കുണുക്കു കമ്മലിട്ടണിഞ്ഞൊരുങ്ങടി തളക്കിലുക്കണം നട നടക്കടി ഒന്നു നിന്നാട്ടെ കണ്ണിൽ കണ്ണ് നത്തോട്ടെ കണ്ണാറ് കണ്ണാറ് തമ്മരതം പാടി വരും രാഗോടി ആടിവയിൽ കാവടിയായി നീയാട് മല്ലികപ്പൂ മൊട്ടഴകെ മഞ്ചാടി മാട്ടുമണി കൊഞ്ചലുമായി പോരൂലേ ചെല്ല കിളിയെ മുല്ല കൊടിയെ അല്ലി തളിരെ കുഞ്ഞു കുളിരെ മറി കൊഴുന്തേ അരുതേ മയകരുതേ செம்பகமே செவ பழகே சிலங்கு கட்டிய சிறு பழகே செந்தமிழ் மைனே சிறு செவ்வந்தி தேனே கண்ணாரு கண்ணாரு ആണ്ടിമയിൽ പീലിമുടി പൂങ്കോലം ആഴിനിറ കണ്ണുകളിൽ വേലോട്ടം ചന്ദ്രനും സൂര്യനും ചാതാട്ടം കോടമഴ കാടുകളിൽ കാറ്റോട്ടം
சின்ன துளியே புள்ளி குயிலே வெள்ளி பழுங்கே தங்க தெரிமே மறி கொழுந்தே அருதே குலுங்கருதே செம்பகமே செவ பழகே சிலங்கு கெட்டிய சிறு பழகே செந்தமிழ் மைமே சிறு செவ்வந்தி தேனே கண்ணாரே കണ്ണാറ് കൊണുക്കു കമ്മല്ലിട്ടണിഞ്ഞൊരുങ്ങടി തളകിലുക്കണം നടനടക്കടി ഒന്നു നിന്നാട്ടെ കണ്ണിൽ കണ്ണ് നട്ടോട്ടെ കണ്ണാറ് കണ്ണാറ് അടി തൊട്ടാക്ക ഒട്ടിക്കിടുമ തൊട്ടാക്ക ഒട്ടിക്കിടുമ. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിനയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. സോ പൊരിച്ച കോയിന്റെ മണം എല്ലാവരുടെ മനസ്സിലും കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റിന്റെ പേര് ഞാൻ പറഞ്ഞു തരാം. ഇറ്റ്സ് ഹോപ്പേഴ്സ് സഹൽ. ഇതൊരു ഇൻഡോ ശ്രീലങ്കൻ റെസ്റ്റോറന്റ് ആണ്. ശ്രീലങ്കൻ ഭക്ഷണം എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളുടെ കേരളവും കേരള ഭക്ഷണമൊക്കെയായി ഒത്തിരി സാമ്യമുള്ള ഒരു സ്ഥലം. അപ്പം, ഇടിയപ്പം, വെള്ളയപ്പം, ദോശ, ചോറ്, നാട്ടിലെ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറി, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഫിഷ് കറി, കൊത്തു പൊറോട്ട, പിന്നെ കല്ലിനോട് സാമ്യമുള്ള അരക്കും കിട്ടും. ആഹാ, എന്ത് വേണമല്ലേ ഇനി? The food is exotic and exquisite. ഇവിടേക്ക് കയറാൻ പക്ഷേ നമ്മൾ ഒത്തിരി പാടുപെടും. നല്ല വിശപ്പാണ്, ഓടിപ്പോയിട്ട് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമേ അല്ല. കാരണം എല്ലാ ടൈമിലും അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും ഇവിടെ വെയിറ്റിംഗ് കാണും. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെയുള്ള ക്യൂവിൽ നിന്നാ മതി. എനിക്ക് ഭയങ്കര ഭാഗ്യമായതുകൊണ്ട് വെറും 2.5 മണിക്കൂറേ ഞാൻ നിൽക്കേണ്ട വന്നുള്ളൂ. റിസർവ് ചെയ്ത് പോവാൻ പറ്റില്ലേ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. പറ്റില്ല എന്നാണ് എന്റെ ആൻസർ. But it's worth the wait. ഉള്ളിൽ ഭയങ്കര സ്പേസ് ഒന്നുമില്ല. മാക്സിമം 25 to 30 ആൾക്കാർക്ക് ഇരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഹോംലി ഫീലിംഗ് ആയിരിക്കും കിട്ടുന്നത്. ഭയങ്കര കോസി ആയിട്ട് ഇരുന്ന് ഫുഡ് അടിക്കാം. എന്റെ കൂടെ വന്ന ഫ്രണ്ട് പറഞ്ഞത് ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു തട്ടുകടയിലിരുന്ന് പുട്ടടിക്കണ ഫീലിംഗ് ആണെന്നാണ്. അത് വിചാരിച്ച് ഈ റെസ്റ്റോറന്റിനെ അങ്ങനെ കൊച്ചാക്കരുത് കേട്ടോ. ക്യൂവിൽ നിന്നപ്പോ എന്റെ ഫ്രണ്ടില്, എന്റെ മുൻപിൽ നിന്ന് ആൾക്കാരോട് ഞാൻ വെറുതെ ഇങ്ങനെ കത്തിയടിക്കുണ്ടായി. അവര് പറഞ്ഞു US ലോസ് ഏഞ്ചൽസിൽ നിന്നാണ് അവര് വരുന്നത്. അവരുടെ ലണ്ടൻ ടു ഡു ലിസ്റ്റിലുള്ള ഒന്നായിരുന്നു ഹോപ്പേഴ്സിൽ നിന്നും ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഇനി ഈ വെയിറ്റ് ഇച്ചിരി കൂടുതലല്ലേ എന്ന് കരുതുന്നവർക്ക് അവരുടെ സ്റ്റാഫിന്റെ കയ്യിലും നമ്മുടെ പേര് കൊടുത്ത് അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും കോക്ടെയിൽ ബാറിലോട്ട് ഒരു എസ്കേപ്പ് നടത്താം. അതിന് പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ നമുക്ക് നോക്കി വേഗം തിരിച്ചു വരാം. കൂടെ ഒരു പാട്ടും നടക്കട്ടെ. Stay tuned with London Malayalam Radio. You are listening to RJ Maria. പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കാമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തിലു മീനും പിടിക്കണം. വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതിനി തിമൃതൈ. അമ്പിളി ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിനി തിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര 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 ചെറുതിര തുള്ളും, തിര 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 മറുതിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിര തുള്ളും,
തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരമല്ല കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടകഥകൾ പഴകഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ കടലലയല ഇളകുമ്പോൾ നുരപദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം വിരവിരൽ തൊട്ടു മണത്തരി അതിലൊരു മുര ചെറു പദമുര പുര കരയില മണലിന് കടലൊരു കുറി ചൊല്ലി കുറിമാനം എടുത്തൊരു തെന്നലിന് കര നൽകി തെന്നലത് പറ പറ നഗലത്തെ മുളയുടെ കരളിന്റെ കരളിലെ കനവിന് കട നൽകി മുളവാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം ലണ്ടൻ ഡയറി. വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. ഞാൻ RJ മരിയാണ് നിങ്ങളുടെ കൂടെ. നമ്മൾ സോഹോയിൽ വരെ വന്ന് നിൽക്കുകയാണ്. നല്ല കിടിലൻ ഫുഡ് കിട്ടുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഹോപ്പേഴ്സ്. ഇനി അവിടെ നമ്മുടെ ടൈം എപ്പോ വരുമെന്ന് വിചാരിച്ച് ക്യൂവിൽ കാത്തു നിൽക്കുമ്പോൾ വേണമെങ്കിൽ നമ്മളുടെ പേര് അവരുടെ ലിസ്റ്റിൽ എഴുതി ഒന്ന് കറങ്ങി വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോഹോ ഡ്രിങ്ക്സിന് അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. സോഹോയിൽ പോയി കുടിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൽ പോയി തേയിലത്തോട്ടം കണ്ടില്ല എന്ന് പറഞ്ഞ പോലെയാവും. സോ വേൾഡ്സ് ബെസ്റ്റ് കോക്ടെയിൽ പ്ലേസ് ഞാൻ പറഞ്ഞുതരാം. അത് സോഹോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മിൽക്ക് ആൻഡ് ഹണി ലണ്ടൻ. പാലും തേനും കുടിക്കാനാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നാരും വിചാരിക്കാൻ തുടങ്ങണ്ട. ഇറ്റ്സ് ബെസ്റ്റ് പ്ലേസ് ടു ഡ്രിങ്ക് ഇൻ ബ്രിട്ടൻ. വേൾഡ്സ് ബെസ്റ്റ് ബാർ. ന്യൂയോർക്കിലും അവർക്കൊരു ബ്രാഞ്ച് ഉണ്ട്. സോ ഇനി ന്യൂയോർക്ക് ജാസ് മ്യൂസിക് ഒക്കെ കേട്ട് കോക്ടെയിൽസ്, ഹോട്ട് ഡ്രിങ്ക്സ്, ഫ്രൂട്ട് പഞ്ച്, കോബ്ലേഴ്സ്, ഫിസേഴ്സ് ആൻഡ് സ്വിസ്ലേഴ്സ് ഒക്കെ സിപ്പ് ചെയ്യണമെങ്കിൽ ദിസ് ഈസ് ദ പ്ലേസ്. ഹോപ്പേഴ്സ് റെസ്റ്റോറന്റ് പോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റിസർവ് ചെയ്ത് പോവാം. നമുക്ക് മെമ്പേഴ്സ് ആവാനും സൗകര്യമുണ്ട്. പിന്നെ വേറൊരു ബെസ്റ്റ് സ്പോട്ടായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ റൂൾസ് ആണ്. ലേഡീസിന് ധൈര്യമായിട്ട് പോവാവുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അവരുടെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉള്ളതിൽ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് അപ്രോച്ച് ചെയ്യാതെ ഒരു പുരുഷനും അവരുടെ അടുത്ത് സമീപിക്കാനും, അതായത് ലേഡീസിന്റെ അടുത്ത് വരാനും എന്തിന് നോക്കാൻ പോലും അനുവാദമില്ല. സോ കൂളായി ഒരു കോക്ടെയിലോ, മോക്ടെയിലോ, ഫ്രൂട്ട് പഞ്ചോ, ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ പോയി നല്ലൊരു ഡ്രിങ്ക്സ് കുടിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ചേട്ടന്മാർക്ക് സ്മൂത്ത് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതും കഴിച്ചു വരാം. നിങ്ങളും സ്മൂത്ത് ആയി നല്ലൊരു പാട്ട് കേട്ടിരുന്നോളൂ. Stay tuned with ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. മിൻസാരപ്പൂവേ പെൺപൂവേ മെയ്തീണ്ട വേണ്ടും എന്നോട് വാരായ് എന്നാസയോസ കേളായ്. மின்சாரப்பூவே பெண்பூவே மெய்தீண்ட வேண்டும் என்னோடு வாராய் என் ஆசையோசை கேளாய். மாலையில் பொன்மாலினில் நான் துயில் கொள்ள வேண்டும். காலையில் உன் கண்களில் நான் வெயில் காய வேண்டும். சகியே 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 என் இசைக்கும் ஆசைக்கும் பூசைக்கும் நீ வேண்டும்.
பாதத்தில் பள்ளி கொள்ள உனக்கொரு அனுமதி தந்தேன். ஆணுக்கு எழுதிய இலக்கணம் உன்னிடத்தில் கண்டேன். என் பாதத்தில் பள்ளி கொள்ள உனக்கொரு அனுமதி தந்தேன். என் நாடை தாங்கிக் கொள்ள, என் கூந்தல் ஏந்திக் கொள்ள உனக்கொரு வாய்ப்பல்லவா. நான் உண்ட மிச்சப்பாலை நீ உண்டு வாழ்ந்து வந்தால் மோற்றங்கள் உனக்கல்லவா. வானம் வந்து வளைகிறதே, வணங்கிடவா. மின்சார பூவே, பெண் பூவே, மெய் தீண்ட வேண்டும் என்னோடு வாராய், என் ஆசை யோசை கேளாய். வெண்ணிலவை தட்டி தட்டி செய்து வைத்த சிற்பம் ஒன்று கண்டேன். அதன் விழிகளில் வழிவது அமுதல்ல விஷம் என்று கண்டேன். அதன் நிழலையும் தொடுவது பழி என்று விலகிவிட்டேன். ஆ, ஆ, வாழ்விழியால் வலை விரித்தாய், வஞ்சனை வெல்லாது. வலைகளிலே மீன் சிக்கலாம், தண்ணீர் என்றும் சிக்காது. வா என்றால் நான் வருவதில்லை, போ என்றால் நான் மறைவதில்லை. இது நீ நான் என்ற போட்டி அல்ல, நீ ஆணையிட்டு சூடிக் கொள்ள ஆண்கள் யாரும் பூக்கள் அல்ல. மின்சார கண்ணா, என் மன்னா, என் ஆணை கேடு, என் பின்னே வாராய், என் ஆசை ஓசை கேளாய். വെൽക്കം ബാക്ക് ടു ലണ്ടൻ മലയാളം റേഡിയോ. നമ്മുടെ ലണ്ടൻ ഡയറീസിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ടൈമായി. ഞാൻ ഈ വീക്കിൽ ലണ്ടനിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാളും ഐക്കൺസിനേക്കാളും അധികമായിട്ട് മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസസ് ലൈക്ക് പിക്കഡ്ലി സർക്കസ്, ഓക്സ്ഫോർഡ് സ്ട്രീറ്റ്, സോഹോ എന്നീ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അവസാനം നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു 8ന്റെ പണി തരാൻ. അങ്ങനെയൊന്നുമില്ല, ജാവ പോലെ തീരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒരു ചെറിയ ഒരു ടാസ്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ലൈഫും മോസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം. ഓഫീസ്, വർക്ക്, കുടുംബം, കുട്ടികൾ, അവരുടെ പഠിത്തം, ഗ്രാമർ സ്കൂൾ എൻട്രൻസ്, സെക്കൻഡറി സ്കൂൾ, യൂണിവേഴ്സിറ്റി, എക്സെട്ര എക്സെട്ര. ലാസ്റ്റ് എപ്പിസോഡ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ആയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ലവ് യുവർ സെൽഫ്. ടാസ്ക് എന്ന് പറയുന്നത് കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ഐ ആം ദ ബെസ്റ്റ് എന്ന് പറയാനായിരുന്നു. കുറെ പേര് എനിക്ക് അതിനുശേഷം മെസ്സേജ്, മെയിലൊക്കെ അയച്ചിരുന്നു. ഒരു ഡിഫറെന്റ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ ആയിരുന്നു കിട്ടിയതെന്നാണ് പല മെസ്സേജിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ മെസ്സേജസ് ആൻഡ് റെസ്പോൺസസ്.
ഞാൻ ഇന്ന് തരാൻ പോകുന്ന ഈ ടാസ്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാ പിടിച്ചോ. ടേക്ക് സം ടൈം ഓഫ് ഫ്രം യുവർ ബിസി ലൈഫ്. 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ, അതല്ലെങ്കിൽ പോട്ടെ 1/2 മണിക്കൂറെങ്കിലും. Go for a walk or run or any kind of activity. പക്ഷെ തെരഞ്ഞെടുക്കുന്നത് എല്ലാവരും പറയുന്നത് പോലെ ക്വയറ്റ് പ്ലേസ് ആവരുത്, ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലം. Feel the experience and experience the difference. So ഇതെത്തിക്കേ, ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് ട്യൂസ്ഡേ ഇതേ സമയം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Suggestions and messages are most welcome. എന്റെ മെയിൽ ID maria@lmrlive.com. FB, Instagram, Twitter is RJ Maria Abraham. അപ്പോ കാണണം. Stay tuned with London Malayalam Radio. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. തെക്കന്നം കാറ്റിനും അറിയില്ല, ഉത്രാട തുമ്പിക്കും അറിയില്ല, ചങ്കാലിപ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. രാവുറങ്ങണ നേരത്തോ പകൽ തേരിറങ്ങണ നേരത്തോ, കാട്ടിരിക്ക് കമ്മലിട്ട് നട്ടുപാതയോരത്ത്, പൂക്കുവേൽ തേനൊഴുക്കണ നേരത്തോ, പൂക്കുവേൽ തേനൊഴുക്കണ നേരത്തോ. പൂത്തതെപ്പോഴോ ഇതളീർത്തതെപ്പോഴോ, പൂത്തതെപ്പോഴോ ഇതളീർത്തതെപ്പോഴോ, ആലിലയും പാഴ്മുളയും മിണ്ടാത്ത നേരത്ത്, ചിങ്കാരപ്പൂമുട്ടൻ നെഞ്ചിൽ വിരിഞ്ഞു, പൂത്തു നിറഞ്ഞു. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു. പൂമലയുടെ താഴത്തോ, മഴപ്പൂവ് ചിന്തണ പാടത്തോ, ആടിപ്പാടി കുളുങ്ങണ കുറുമാലിപ്പുഴക്കരെ, നാട്ടുമൈന കൂടൊരുക്കണ കൊമ്പത്തോ, നാട്ടുമൈന കൂടൊരുക്കണ കൊമ്പത്തോ. പൂത്തതെങ്ങാണോ ഇതൾ നീർത്തതെങ്ങാണോ, പൂത്തതെങ്ങാണോ ഇതളീർത്തതെങ്ങാണോ, ആൺമയിലും പൂങ്കുയിലും ചെല്ലാത്ത ദൂരത്ത്, പൂമുട്ടൻ നേർക്കു വിരിഞ്ഞു, പൂത്തുമറിഞ്ഞു. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണതെപ്പോഴാണെന്ന്. തെക്കന്നം കാറ്റിനും അറിയില്ല, ഉത്രാട തുമ്പിക്കും അറിയില്ല, ചങ്ങാലിപ്രാവിനും അറിയില്ല, ആർക്കും അറിയില്ല.